മലപ്പുറം ജില്ലാ സുന്നി സമ്മേളനങ്ങളുടെ നടത്തണമെന്നതായിരുന്നു ഞങ്ങൾ ആദ്യമായി അഭിലഷിച്ചിരുന്നത്. പക്ഷെ വേണ്ടത്ര സ്ഥലസൗകര്യമില്ലെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് വരുന്ന 12-ാം തീയതി ആ സമ്മേളനം അരീക്കോട്ട് വെച്ച് നടത്താൻ തീരുമാനിക്കുകയുണ്ടായത്. ഒരു കാര്യം കൂടി നിങ്ങൾ മുമ്പാകെ വെച്ചുകൊണ്ട് മാന്യ അതിഥികൾക്കും പണ്ഡിതന്മാർക്കും സ്വാഗതം പറഞ്ഞ് ഞാൻ എന്റെ കടമ നിർവഹിക്കാം. സുഹൃത്തുക്കളെ, സുന്നി മഹല്ല് ഫെഡറേഷന്റെ കൊണ്ടോട്ടി മേഖലയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 2 ദിവസത്തെ സമ്മേളനമാണിത്. ഒരു കാര്യം നിങ്ങളെ പറഞ്ഞറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും അവർക്ക് രാഷ്ട്രീയമായിട്ടോ മറ്റു വല്ല വിധത്തിലോ യാതൊരു ഉപാധീയ ചിന്താഗതിയും കൂടാതെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ പൗരപ്രധാനികളുടെയും സാധാത്തുക്കളുടെയും ആവശ്യമുണ്ട്. ഇത് ഒരു വസ്തുതയാണ്. വിശിഷ്യ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് പാണക്കാട് കൊടപ്പനക്കൽ എന്ന വീട്ടിൽ താമസിക്കുന്ന അഹ്ലുബൈത്തുമായി ഞങ്ങൾക്ക് അഭേദ്യ ബന്ധമുണ്ട്. ആ വീട്ടിൽ രാഷ്ട്രീയമുള്ള കാലത്തും ഇല്ലാത്ത കാലത്തും ഈ മലപ്പുറം ജില്ലക്കാർക്ക് അക്കാലം മുതൽക്ക് ബന്ധമുണ്ടെന്ന വസ്തുത ഈ നാട്ടുകാർക്ക് മറന്നുകൂടാൻ സാധിക്കാത്ത ഒരു പരമാർത്ഥമാണ്. ഈ പരമ്പരാഗതമായ തത്വമനുസരിച്ച് എല്ലാ സമ്മേളനത്തിലും ആ വീട്ടിൽ നിന്നുള്ള മാന്യ വ്യക്തികളെ അധ്യക്ഷത വഹിപ്പിച്ചുകൊണ്ടും മറ്റും ഞങ്ങൾ കൂടുന്നുമുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഇന്നലത്തെ സമ്മേളനത്തിലും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. തൽക്കാലം വന്യരായ ശിഹാബ് തങ്ങൾക്ക് ഇന്നലെ പെട്ടെന്നുണ്ടായ അതിന്റെ ചുറ്റുപാടിലുള്ള ചില തിരക്കേറിയ പ്രവർത്തനത്താൽ വന്നെത്താൻ സാധിക്കാത്തതിൽ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കുകയും ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങൾ എത്തിപ്പെട്ട് ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൽ ഇവിടെ എത്തിയ മാന്യന്മാർക്ക് സ്വാഗതം പറയുകയാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ബഹുവന്യരായ ഉസ്താദുൽ അസാത്തിദ ശംസുൽ ഉലമ ഷെയ്ഖ് ശിയൂഖിന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മഹാൻ അവറുകളാണ്. അദ്ദേഹത്തെ കൂടെയുള്ളതായ മാന്യന്മാരുടെയും അങ്ങനെയുള്ള ധീരരായ പ്രവർത്തകരുടെയും തണലിൽ നിന്നുകൊണ്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് കുറെ കൊല്ലങ്ങളായി വളർന്നു വന്നിരിക്കുന്നത്. അവരുടെ ദീർഘായുസ്സും സേവനവും ആവശ്യമുള്ള ഉന്നത വ്യക്തികളാണ് ഈ മൈതാനത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന തലപ്പാവുകാർ. മുജാഹിദ് നഗരിൽ പരിഹസിക്കപ്പെട്ട ആ തലപ്പാവുകാർ ഈ കാണുന്നതെല്ലാം തന്നെയും ഈ തണലിൽ തളച്ച് വളർന്ന് ജീവിച്ചു വരുന്നവരാണ്. മാന്യർക്ക് ഞാൻ ആദ്യമായി എന്റെ സ്വന്തം നിലക്കും സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രതിനിധി എന്ന നിലക്കും ഈ സ്വാഗത സംഘത്തിന്റെ പ്രതിനിധി എന്ന നിലക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. രണ്ടാമതായി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അല്പ ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ നമ്മുടെ മതസ്ഥാപനങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത ദിവസം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ എത്തി സ്ഥാപനം കണ്ട് സന്ദർശിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത മാന്യ അതിഥികളാണ്. ഒന്നാമതായി ഷെയ്ഖ് മുഹമ്മദ് ഹിഷാമുൽ ബുർഹാനി റഈസുൽ ബുഹൂർ ലിശ്ശുഊനിൽ ഇസ്ലാമിയ്യ. മുഹമ്മദ് ഹിഷാമുൽ ബുർഹാനി റഈസുൽ ബുഹൂർ ലിശ്ശുഊനിൽ ഇസ്ലാമിയ്യ മഹാൻ അവറുകളാണ് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തിനും നിങ്ങളുടെ പ്രതിനിധി എന്ന നിലക്കും എന്റെ സ്വന്തം നിലക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. രണ്ടാമത് ഈ യോഗത്തിൽ പ്രസംഗിക്കുന്ന മറ്റൊരു മാന്യ അതിഥി അഷേഖ് മുഹമ്മദ് ബഷീർ ഷഖ്ഫ റഈസുൽ വാഇദീൻ എന്ന മാന്യനാകുന്നു. അദ്ദേഹത്തിനും നിങ്ങളുടെ പ്രതിനിധി എന്ന നിലക്ക് എന്റെ സ്വന്തം നിലക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മറ്റു വളരെയേറെ പണ്ഡിതന്മാരും സാദാത്തുക്കളും ഈ യോഗത്തിൽ പ്രസംഗിക്കുന്നുണ്ട്.
ആ കൂട്ടത്തിൽ മൗലാന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജോയിന്റ് സെക്രട്ടറി വാണിയമ്പലം പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സമസ്ത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഇ കെ ഹസൻ മുസ്ലിയാർ, കാസർഗോഡ് ഖാദി, ഷെയ്ഖ് ഉമർ മാഫക്കി തങ്ങൾ, സെയ്ദ് മുസ്തഫ പൂക്കോയ തങ്ങൾ, മാന്യരായ കുഞ്ഞുട്ടി ഹാജി MLA, മുക്കം മോയിമോൻ ഹാജി, കെ അബൂബക്കർ ഹസരത്ത്, ഡോക്ടർ യു ബാബുട്ടി ഹാജി, KP ഉസ്മാൻ സാഹിബ് തുടങ്ങിയവരെല്ലാം ഈ യോഗത്തിൽ, ഈ സ്റ്റേജിൽ ചിലരെല്ലാം സംബന്ധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ അടുത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രതിനിധി എന്ന നിലക്കും എന്റെ സ്വന്തം നിലക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഒരു കാര്യം അവസാനമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. വളരെ അച്ചടക്കത്തോടുകൂടെ ഉള്ള സ്ഥലത്ത് ഈ സദസ്സിൽ ഹാജരായിട്ടുള്ള ആലിമ്യങ്ങൾക്കും സാധാർത്ഥ്യങ്ങൾക്കും മറ്റ് അറബിയിലുള്ളവർക്കും കൂടി എന്താ പറയുക അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, ഒരിക്കൽ മുജാഹിദ് സമ്മേളനം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 14ാമത്തെ ദിവസമാണ്. ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ ഒന്നാമതായി ഇതിൽ പ്രവർത്തിച്ച് ഞാനും അസംബന്ധിച്ചും അലിക്കാട്ട് മുസാജിയും കൂടി ഒരു തീരുമാനം എടുത്തതാണ്. അസംബന്ധിക്ക് ഞാൻ കത്തെഴുതി 2-3 പ്രാവശ്യം കത്തെഴുതിയിട്ട് ഇതിൻ്റെ അടുത്ത് ബദർപള്ളിയിൽ വന്ന് എൻ്റെ അടുത്ത് കാണായിരുന്നു. ഞാനിത് സംഗതി ചുരുക്കമെന്ന് പറയാം. ഈ യോഗം ഉണ്ടായിത്തീരാനുള്ള ഇത്തര രീതിയിൽ യോഗം കൂടാനുള്ളൊരു കാരണം അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അസംബന്ധിയാലും ഞാനും അലിക്കാട്ട് മുസാജിന്റെ ആ പെരയിൽ പോയി എന്നാൽ നമുക്ക് യോഗം നടത്തേണ്ടെന്ന് സംസാരിച്ചപ്പോൾ പട്ടിക്കാട്ട് യോഗത്തിൽ അറബികൾ പങ്കെടുക്കുന്നുണ്ട്, അവരെയും പങ്കെടുപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് 26-27 യോഗം കൂടണം എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ യോഗം സംഘടിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വല്ല പോരായ്മയും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പക്ഷെ ഒന്നും കൂടി സംസാരിക്കേണ്ടതുണ്ട്. വരാൻ പോണ കാലത്തെ ചില സംഗതികൾ വിമലാക്കളും ചിന്തിക്കാത്ത പക്ഷം നമ്മൾക്ക്, അതായത് സുന്നികളാക്കാർക്ക് ഇനി വരാൻ പോണ കാലത്ത് ഗുണമുണ്ടാകുമെന്ന് ബലമായി ഞാൻ അഭിപ്രായം ഉണ്ടാകാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് പിന്നെ പ്രസംഗിക്കുന്ന വിടനാക്കളും മറ്റും വിളിച്ചു തരും. അത് ഞങ്ങൾക്കൊക്കെ നല്ലോണം അനുഭവപ്പെട്ടിട്ടുണ്ട്. മുജാഹിദ് യോഗത്തിൽ നിന്ന് പ്രസംഗിച്ച ഒരു എണ്ണജനെ കൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ വളരെ ഭയപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതായത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സുന്നികളെ എന്റെ ദേഹത്തിൽ തിരിച്ചു വെക്കുമെന്നുള്ള കാലത്തോളം ഞാൻ സുന്നികളോട് ജിഹാദിൽ ഒരുക്കമാണെന്ന ഒരു MLA 90% വോട്ട് വാങ്ങി ജയിച്ച MLA ഈ വാക്ക് പറഞ്ഞത് ഒരു തമാശയിൽ പെടുത്താൻ പറ്റുമോ ഇതൊന്ന് ചിന്തിക്കണം. അത് ഇന്നാളെന്നിപ്പോ ഞാൻ പറയണ്ട, അതെല്ലാവരും പരസ്യമായിട്ട് കേട്ടതാണ്. തന്നെയുമല്ല, ഇന്നത്തെ അധികാരത്തിന് കീഴിൽ സുന്നികൾക്ക് യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് പല സംഭവങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ തെഞ്ഞു കാണുന്നുണ്ട്. അതുകൊണ്ട് നേതാവ് വരുന്ന കാര്യത്തിൽ ആ സംഗതി ഉന്നതാക്കളും ഉലമാക്കളും ചിന്തിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കാത്ത പക്ഷം നമ്മൾക്ക് അപകടം പലതും വന്നേക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. والذين تبعوهم بإحسان رضي الله عنهم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين.
അവിടെ ಒಂದು വേഗിരുത്തി കുട്ടികളൊന്ന് വേഗിരുത്തി അവിടെ സമാധാനത്തിൽ വേഗിരുത്തി. കൊണ്ട് ഈ ഒരു യോഗം ഇവിടെ സംഘടിപ്പിച്ചതാണ്. അതുകൊണ്ട് വേണ്ടുവോളം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനോ മറ്റോ നമുക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും വളരെ മുൻകൂട്ടി തന്നെ ഒരു മാസമോ 2 മാസമോ മുൻകൂട്ടി ഏർപ്പാട് ചെയ്ത് അതേ ശക്തിയിലും അതേ നിലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ യോഗം നമുക്ക് കാണിച്ചു തന്നതിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അളവറ്റ് സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം, പ്രധാന സംഗതി, ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരിൽ ഒരു സമ്മേളനം എന്ന പേരിൽ എന്തൊക്കെയോ ചില പ്രഹസനങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായിട്ടുണ്ട്. അത് വളരെയധികം അഹ്ലു സുന്നത്ത് എന്നല്ല പറയേണ്ടത്. അവിടെ നടന്ന സംഗതികൾ എന്തൊക്കെയാണ്, നാം അതിനെ സംബന്ധിച്ച് എന്ത് വിമർശിക്കേണ്ടതുണ്ട് എന്നെല്ലാം വളരെയധികം ആലോചിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, വാസ്തവത്തിൽ അവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സംഗതികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്ന് നിഷ്കളങ്ക ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പത്ര റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ആ പത്ര റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ആകെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവിടെ സംസാരിച്ച ആളുകൾ, ചില സംസാരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംസാരത്തിന്റെ ആകെ രത്നച്ചുരുക്കം സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ ഖുർആനെ മുറുകെ പിടിക്കണം, ഖുർആനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണം എന്നാണ് അവരെ ഉപദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അന്നത്തെ പേപ്പർ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ ഓർമ്മിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന പരമാർത്ഥമാണത്. മറ്റ് ചില സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട്. ആ നടന്നതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അതായത് അവർ ഒഴിച്ച്, ആ കക്ഷികൾ ഒഴിച്ച് മറ്റുള്ളവരാരും തന്നെ ഖുർആനെയും സുന്നത്തിനെയും അനുസരിക്കുന്നവർ അല്ല. അവർ മാത്രമേ ഖുർആനെയും സുന്നത്തിനെയും അനുസരിക്കുന്നവർ ഉള്ളൂ എന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിവതും അവർ പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് മുജാഹിദ് കക്ഷി ഒഴിച്ച് കേരളത്തിൽ ഉള്ളത് എന്ന് പറയാം, കേരളത്തിൽ ഉള്ള മറ്റ് കക്ഷികൾ ഖുർആനും സുന്നത്തിനും എതിരാണ്. അവർ മാത്രമേ ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവർ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പലതും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിനെ സംബന്ധിച്ച് തന്നെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ചിന്തിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഉണർത്തുന്നത് ഒരു കക്ഷിത്വ മനസ്ഥിതിയോട് കൂടിയല്ല നാം ഇവിടെ സംസാരിക്കുന്നതും നിങ്ങളെ ഓട് വല്ലതും ഉപദേശിക്കുന്നതും വെറും കക്ഷിത്വ മനസ്ഥിതിയോട് കൂടിയല്ല. ഉള്ള യാഥാർത്ഥ്യങ്ങൾ ഈ നിലക്കാണ്, ഉള്ള പരമാർത്ഥങ്ങൾ എങ്ങനെ നിലകൊള്ളുന്നുണ്ട് എന്ന് നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി ഞാനും നിങ്ങളും ചിന്തിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്കിവിടെ ഉദ്ദേശം ഉള്ളൂ. എന്നാൽ ഖുർആനും സുന്നത്തും
അനുസരിക്കണം എന്നുള്ള വാദം, ആ വാദം ഈ ലോകത്തിൽ പുറപ്പെടുവിക്കാത്ത കക്ഷികൾ ഈ ലോകത്തിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിൽ 72 വിഭാഗം തെറ്റിയ വിഭാഗങ്ങൾ ഉണ്ട് എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. 72 തെറ്റിയവരാണ്. ഒന്ന് മാത്രം സലാമത്തിന്റെ കക്ഷി ഒന്നാണ് എന്ന് സഹീഹായ ഹദീസിൽ വന്നതാണ്. എന്നാൽ ഈ 72 വിഭാഗങ്ങളും ഓരോരുത്തരും തന്നെ അവരവരെ സംബന്ധിച്ച് ഞങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നവരാണ്, ഹദീസ് സ്വീകരിക്കുന്നവരാണ് എന്ന് വാദിക്കാതെ ഒരു കക്ഷിയും ഇല്ല. ആ സംഗതി നാം ഓർക്കേണ്ടതുണ്ട്. ഖുർആനോ അല്ലെങ്കിൽ ഹദീസോ ഞങ്ങൾക്ക് സ്വീകാര്യം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ഒരു കക്ഷിയും ഉടലെടുത്തിട്ടില്ല. ഞാൻ ഖുർആൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായി പ്രസ്താവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഒരു കക്ഷി ഉടലെടുത്തിട്ടില്ല. ആ സംഗതി നാം തിരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. കാദിയാനിയാവട്ടെ, ഖവാരിജിയാവട്ടെ, മറ്റ് ഏത് കക്ഷികൾ ആവട്ടെ, അവരെല്ലാവരും തന്നെ വാദിക്കുന്നത് പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് തന്നെയും ആണ്. അത് സ്വീകരിക്കാൻ പാടില്ലെന്നോ അത് സ്വീകരിക്കരുതെന്നോ പറഞ്ഞുകൊണ്ട് ആരും തന്നെ ഇവിടെ ഒരു കക്ഷിയും രൂപീകരിച്ചിട്ടില്ല എന്നത് പരമാർത്ഥമാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ ഉള്ളത് എന്താണ്? അഹ്ലുസുന്നത്തുൽ വൽ ജമാഅത്ത് എന്ന ഈ കക്ഷി അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല, ഇസ്ലാമിന്റെ ആരംഭം മുതൽ ഉള്ള കക്ഷിയാണ്. അവര് പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കാത്തവർ ആണോ? പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കൽ എന്നാൽ അതിന്റെ താല്പര്യം എന്താണ്? ഈ സംഗതി ഇവിടെ നാം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. മുജാഹിദാവട്ടെ, മറ്റേത് കക്ഷിയാവട്ടെ, അവർ ശരിക്ക് ഈ സദസ്സിൽ ഉണ്ടെങ്കിൽ അവർ ആലോചിച്ചു കൊള്ളുകയും വേണം. നമുക്ക് ഈ സന്ദർഭത്തിൽ കക്ഷിത്വം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുകയും അതേ സമയത്ത് സ്ത്രീകളെ അർദ്ധനഗ്നകളായും പൂർണ്ണനഗ്നകളായും സദസ്സിൽ പ്രദർശനം ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നതിന്റെ അർത്ഥം എന്താണ്? സ്ത്രീകളുടെ ഹിജാബ്, ആ ഹിജാബ് വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ യഥേഷ്ടം പുരുഷന്മാരോട് കൂടി കലർന്നുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുന്നു എന്ന് മാത്രം അല്ല, സമ്മേളനത്തിൽ അവർക്ക് പങ്കെടുക്കാൻ അനുവദിക്കുകയും അതേ സമയത്ത് ഹിജാബ് വലിച്ചെറിയുകയും തല മറയ്ക്കാതിരിക്കുകയും അർദ്ധനഗ്നകളായും കൊണ്ട് അവരെ പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയോടുകൂടി ഖുർആനും സുന്നത്തും സ്വീകരിക്കണം എന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത്? അത് ഇവിടെ സംഭവിച്ചതല്ലേ? അത് ഈ മുജാഹിദ് സമ്മേളനത്തിൽ സംഭവിച്ചത് അല്ലേ എന്ന് ഞാൻ ചോദിക്കണം. മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിക്കൽ എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ആണോ ഈ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്? അതേ സമയത്ത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുണ്ടാക്കൽ അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കലിന്റെ പാടെ നിഷേധിച്ചിരിക്കുന്നത്. തീരെ പാടില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ സുന്നത്തിനെ പച്ച ധിക്കരിച്ചുകൊണ്ട് മനുഷ്യരൂപവും ബിംബവും ഉണ്ടാക്കി ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് പ്രദർശനം നടത്തിയിട്ടുള്ളത് ഏത് സുന്നത്താണ്? ഏതാണ് സുന്നത്ത്? നാടകം സുന്നത്താണോ? നാടകമാണോ സുന്നത്ത്? ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ പേര് നാടകമെന്നോ സിനിമയെന്നോ അല്ലാതെ മറ്റ് എന്താണ് ഇതിന്റെ പേര്? ഇവിടെ ഞങ്ങൾക്ക് യാതൊരു നാടകവും ഇല്ല, ഒരു സിനിമയും ഇല്ല, ഒന്നും ഇല്ല. ഇവിടെ സത്യം ഗ്രഹിക്കാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടി എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളത് അനുവദിക്കുകയും ഇല്ല.
എന്ന് ഞാൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഈ മഹാസമ്മേളനത്തിൽ ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളു. ഇവിടെ ഞങ്ങൾക്ക് ഈ പ്രദർശനങ്ങൾ നടത്തി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പണം വസൂൽ ചെയ്യുന്ന ഏർപ്പാടും ഈ ഞങ്ങൾക്കില്ല. അതിനു വേണ്ടി ഞങ്ങളുടെ മാന്യാതിഥികളെ ഇവിടെ ക്ഷണിച്ചിട്ടും ഇല്ല. ഈ സംഗതി എന്നാൽ നേരെ മറിച്ച് ഇവിടെ മറുകക്ഷി നടന്നിട്ടുള്ള സമ്മേളനത്തിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? അവിടെ അറത്ത പോത്തിന്റെ എണ്ണം റിപ്പോർട്ട് ചെയ്യാൻ പേപ്പറുണ്ട്, ഞങ്ങൾക്ക് ആ ജാതി പേപ്പറില്ല. അവിടെ ചെലവായ വാർത്തമുട്ട അത് എണ്ണി കണക്കാക്കാൻ വേണ്ടി പേപ്പറുണ്ട്, ഞങ്ങൾക്കതില്ല. അവിടെ ചെലവായ പഴത്തിന്റെ കുറി നടത്തിയിട്ടുണ്ട്, ഇത് എഴുതാൻ പേപ്പറുണ്ട്, ഞങ്ങൾക്കത് ആവശ്യം ഇല്ല. അതല്ല ആവശ്യം. ഇതുകൊണ്ടെല്ലാം തന്നെ മറുകക്ഷിയുടെ യഥാർത്ഥ നില എന്താണ്? അവർ സത്യാവസ്ഥ ജനങ്ങൾ ജനത്തിൽ മറച്ചു പിടിക്കുകയല്ലേ എന്ന് ഈ സദസ്സിൽ സമ്മേളിച്ച ബഹുജനങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. സത്യാവസ്ഥ യഥാർത്ഥത്തിൽ മറച്ചു പിടിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ഉള്ള പരിശ്രമം ശ്രമം ആണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. ഇവിടെ അതല്ല. എന്നാൽ പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് എന്താണ്? എന്നാൽ പരിശുദ്ധ ഖുർആന്റെ ആജ്ഞകൾ ആരാണോ ഈ ലോകത്തിൽ ആദ്യമായി ഈ ലോകത്തിൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്, പ്രവൃത്തി രൂപത്തിൽ കൊണ്ടുവന്നത് ആരാണോ അവരെ പിന്തുടരുക എന്നതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തത്വം. അത് പരിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട സഹാബത്ത് താബിഈകൾ ആകുന്ന ഖൈറുൽ ഖുറൂൻ, ആ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ച ഖൈറുൽ ഖുറൂൻ, ആ ഖൈറുൽ ഖുറൂനിന്റെ കാലത്ത് പരിശുദ്ധ ഇസ്ലാമായി എന്തിനെ അംഗീകരിച്ചു? അത് ഞങ്ങൾ അംഗീകരിച്ചു. ഇതാണോ ശരി? അതല്ലെങ്കിൽ അതിനെ ധിക്കരിക്കുകയാണോ ശരി? ഞാൻ മുസ്ലിം സുഹൃത്തുക്കൾ അല്പസമയം ഒന്ന് ചിന്തിച്ചുകൊള്ളാം. എവിടെയാണ് സത്യം, എവിടെയാണ് യഥാർത്ഥം നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങൾക്ക് ബുദ്ധിയില്ല, അവരെ വഞ്ചിച്ചു കളയാം എന്ന് മുജാഹിദുകളും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ അവരോട് സഹോദര ബുദ്ധ ഉണർത്തുകയാണ്. ആ കാലം കഴിഞ്ഞുപോയി തെറ്റിദ്ധാരണയിൽ. അതിന് ഈ മഹാസമ്മേളനം തന്നെ വ്യക്തമായ തെളിവാണ്. ഇവിടെ പണം ഓഹരിക്കോലിച്ചിരുന്നുകൊണ്ടോ യാത്ര വരാൻ വേണ്ടി അതിന്റെ പണം അയച്ചു കൊടുത്തിട്ടോ ഒന്നുമല്ല ഇവിടെ ഈ ജനങ്ങൾ സമ്മേളിച്ചിട്ടുള്ളത്. ഇത് വെറും സത്യത്തിന് വേണ്ടി അതിനെ അറിയാൻ വേണ്ടി ഉള്ള ഒരു മനസ്ഥിതിയോട് കൂടി മാത്രമാണ് ഈ സമ്മേളനത്തിൽ ജനങ്ങൾ സംബന്ധിച്ചത് എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ പറയുന്നത് എന്റെ കുടുംബത്തിൽ 72 വിഭാഗങ്ങളായി പിരിയും, അത് കുല്ലവും പിന്നാരി ഇന്ത്യ വാഹിദ, അതെല്ലാം തന്നെ നരകത്തിലാണ് ഇന്ത്യ വാഹിദൻ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുന്നത് മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അവർ നബി എന്ന്. ആരാണ് അവർ നബി എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറയുന്നു. മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏത് ക്രമത്തിൽ ആണോ അതേ നില കൈക്കൊള്ളുന്നവർ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട സഹാബത്തിനെ മാതൃകാ പുരുഷന്മാരായി താൻ സ്വീകരിക്കണമെന്ന് വേണ്ടിയോ ഞങ്ങൾ അത് സ്വീകരിക്കും. ഇവിടെയാണോ തെറ്റ്? തെറ്റെവിടെയാണ്? എവിടെയാണ് തെറ്റിയെന്ന് മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കണം. എവിടെയാണ് തെറ്റി? ആരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ കൈകടത്തിയിട്ടുള്ളതും അതിന്റെ യഥാർത്ഥ രൂപം മാറ്റി പറയുന്നതും യഥാർത്ഥത്തിൽ ആരാണെന്ന് മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിച്ചു പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനും എന്റെ സഹാബത്തും ഏത് ക്രമത്തിൽ ആണോ അതേ ക്രമത്തിൽ ജീവിക്കുന്നവർ ആണ്.
പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത് والسابقون الأولون من المهاجرين والأنصار والذين تبعوهم بإحسان എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഉഹും അവരോട് ഇത്തിബാഅ് ചെയ്യേണ്ടവർ, അവരോട് ഇത്തിബാഅ് ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നീ അത് വേണ്ട എന്നാണോ പറയുന്നത്? അതേ സമയത്ത് ഖുർആൻ പിൻപറ്റണം എന്ന് പറയുന്ന വാക്ക്, ആ വാക്കിന്റെ താല്പര്യം എന്താണ്? നീ പറയുന്ന വാക്കിന്റെ താല്പര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ പ്രഖ്യാപനം ചെയ്യുന്ന വല്ലദീന തബഉഹും അവരോട് ഇത്തിബാഅ് ചെയ്യണം എന്ന്. ബഹുമാനപ്പെട്ട മുഹാജിറുകൾ അൻസാറുകൾ ആയ മഹത്തുക്കൾ, ആ മഹത്തുക്കളോട് ഇത്തിബാഅ് ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ നീ അവരെ പുറന്തള്ളണം എന്ന് പറയാൻ നിനക്ക് ആരധികാരം തന്നു? നീ ആരാണ്? ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നു, ഞാനും എന്റെ സഹാബത്തും ഏത് ക്രമത്തിൽ ആണോ അതേ നിരത്തിൽ വരെ ജീവിച്ചുകൊണ്ട് നിൽക്കുന്നവർ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ ഭാഷയിൽ മുസ്ലിം സമുദായത്തെ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അതേ സംഗതി തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിരത്തിൽ ശരിക്ക് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. പറയുന്ന പരിശുദ്ധ ഖുർആൻ لتكونوا شهداء على الناس, ലോകത്തിൽ ഖിയാമത്ത് വരെയുള്ള ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ മാതൃകകൾ നിങ്ങളാവണം. ഇസ്ലാമിന്റെ മാതൃക ബഹുമാനപ്പെട്ട സഹാബത്താണ്. ആ സഹാബത്തിന്റെ ജീവിതം ഏത് ക്രമത്തിൽ ആണോ അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഇസ്ലാം. ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട റാഷിദുകൾ അവരുടെ കാലത്ത് മുസ്ലിം ലോകത്തിൽ വളരെ നിപുണമായ ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിൽ ഏത് നിയമങ്ങളാണോ നിലവിൽ വന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അതായത് പറയാൻ ഈ ആർക്കാണ് ധൈര്യം ഉള്ളത്? ഏവനാണ് ധൈര്യം ഉള്ളത്? ബഹുമാനപ്പെട്ട റാഷിദുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ സർവ്വജനങ്ങളും ഇസ്ലാമീകരിച്ച മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ ഭരണകാലത്ത് വിപുലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ എന്ത് വ്യവസ്ഥയാണോ അന്ന് നിലവിൽ ഉണ്ടായിരുന്നതെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ഇസ്ലാം എന്ന് വിശ്വസിക്കുകയല്ലേ ഒരു മുസ്ലിം ചെയ്യേണ്ടത്? മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ഒന്ന് ചിന്തിക്കണം, മുജാഹിദുകളൊന്നും ചിന്തിക്കണം. നിങ്ങൾക്ക് ഈ ഏർപ്പാട് മതിയാക്കാനായിട്ട് ഇനിയും ആലോചിക്കുന്നു. ബഹുമാനപ്പെട്ട റാഷിദുകൾ ഈ നിലക്കുള്ള മഹത്തുക്കൾ, ആ മഹത്തുക്കൾ അവരുടെ ഭരണകാലത്തെ വിപുലമായ ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിൽ അന്ന് ഭാവിമാരുണ്ട്, അന്ന് ജഡ്ജിമാരുണ്ട്, അന്ന് വിധികൾക്കുണ്ട്, നിയമങ്ങൾക്കുണ്ട്, നിയമങ്ങൾ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ആ നിയമങ്ങളുടെ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏതാണ്ട് ഇസ്ലാം ഏതാ? നീ പരിശുദ്ധ ഖുർആൻ മുൻപിൽ എടുത്തു വെച്ചുകൊണ്ട് അതിന്റെ അർത്ഥം നഗ്നകളായിട്ട് പെണ്ണുങ്ങൾ നടക്കണം എന്നാണ് അതിനർത്ഥം. വീടുകളിൽ ഇരിക്കുകയും പാടില്ല. പ്രാർത്ഥനം സ്ത്രീകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് അതിനർത്ഥം? ജാഹിലിയത്തിൽ ഖുറാഫികള മാതിരി നടക്കരുത് എന്നാണ് അർത്ഥം. പിന്നെ അർത്ഥം അതാണ്, ഖുറാഫികള മാതിരി നടക്കരുത് എന്നാണോ ഈ വാക്കിനർത്ഥം? യഥാർത്ഥത്തിൽ നീ നിന്റെ നെഞ്ഞത്ത് കൈവച്ച് അല്പസമയവും ചിന്തിച്ചോ. ജാഹിലിയത്തിൽ എന്ന പദം, ആ പദത്തെ നിഷേധിച്ചവർ ഞങ്ങളല്ല. ആ പദത്തെ ധിക്കരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ ശരിക്ക് അവഹേളിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പാശ്ചാത്യ അത് നിന്ദിക്കാൻ വേണ്ടി പാടുപെടണം നീയാണ്. ഞങ്ങളുടെ ശരിക്കും ചിന്തിച്ചോ. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ
ഇവിടെ നിക്കാഹിന്റെയും തലാഖിന്റെയും അനുവാദത്തിന്റെയും ഭാര്യമാരെ സംബന്ധിച്ചും ഉള്ള ഇസ്ലാമിക നിയമങ്ങൾ, ആ നിയമങ്ങൾ അത് ശരിക്കും പലതിനാണ് ഞങ്ങളല്ല പ്രഖ്യാപിച്ചത്. ഇതല്ലേ എന്റെ ഖുർആന്റെ അർത്ഥം പറയും. അങ്ങനെയാണ് പറഞ്ഞത്. നിനക്ക് അടിയൊഴുക്ക് നിനക്ക് ഗുണം അല്ല. യാതൊരു സംശയവും പരിശുദ്ധ ഇസ്ലാം ഒരു കാലത്തും അത് നശിക്കാൻ പോകുന്നില്ല. അത് നിലവിൽ നിൽക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ആ സംഗതിക്ക് നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പ്രദർശനം കൊണ്ടോ നിങ്ങളുടെ ചിത്രം വരയ്ക്കൽ കൊണ്ടോ നിങ്ങളുടെ ബിംബം ഉണ്ടാക്കൽ കൊണ്ടോ ഇതൊന്നും തന്നെ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ തീർത്തു നിങ്ങളെ അറിയിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഇസ്ലാം 23 കൊല്ലം കൊണ്ട് വരികയും പരിശുദ്ധ ബഹുമാനപ്പെട്ട സഹാബ ഇന്ത്യയിലും കൂടി പറഞ്ഞിട്ടുണ്ട്, തൗറാത്തിലും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ذلك مثلهم في التوراة ومثلهم في الإنجيل എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് മുൻവേദങ്ങളിലും കൂടി ബഹുമാനപ്പെട്ട സഹാബ കിറാമിനെ സംബന്ധിച്ച് ശരിക്ക് പ്രഖ്യാപനങ്ങൾക്കും ആ നിലക്കുള്ള പരിശുദ്ധാത്മാക്കളാണ്. പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. എന്റെ അസ്ഹാബ് നുജൂം നക്ഷത്രത്തിന് ജമാ. നിങ്ങൾ അവരിൽ നിന്ന് ആരോട് ഇസ്ലാം ചെയ്തുവെങ്കിലും നിങ്ങൾക്ക് ഹിദായത്ത് ചിന്തിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള മഹത്വങ്ങൾ, ആ മഹത്വക്കളുടെ കാലത്ത് ബഹുമാനപ്പെട്ട വാശിന്റെ കാലത്ത്, ആ കാലത്ത് ഇസ്ലാമായി അംഗീകരിച്ചതെന്തോ അന്ന് ഇസ്ലാമായി വിധി, അന്നത്തെ ജഡ്ജിമാർ അവർ എന്താണ് ഇസ്ലാമിന്റെ വിധി എന്ന് ഒരു വിഷയത്തിൽ വിധിച്ചിട്ടുണ്ടോ ആ വിധിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അവർ പരിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ച് തന്നെയാണ് അവർ വിധിച്ചിട്ടുള്ളത്. അവർ അതിന്റെ ദുർവ്യാഖ്യാനം ചെയ്തവരല്ല. ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മറ്റുള്ളവർ ആണ്. നീ പറയുന്നു പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് നടക്കണം എന്ന്. അതേ സമയത്ത് മീർദാബുലാം കാദിയാനിയും പറയുന്നത് അതേ വാദം തന്നെ. അവൻ ഖുർആൻ തന്നെ അവന്റെ വാദം, സുന്നത്തും തന്നെ അവന്റെ വാദം. സ്വാമി ദയാനന്ദ സരസ്വതി വാദം അവന്റെതും അത് തന്നെയാണ്. സത്യാർത്ഥ പ്രകാശിൽ ഖുർആൻ കൊണ്ട് തന്നെയാണ് ഖുർആൻ ഗ്രഹിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? അർത്ഥം മറ്റു യാതൊന്നും അല്ല. ഇതിന്റെ ശരിക്കും ഒരു നിബന്ധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ഹദീസ് അതനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ അതനുസരിച്ച് ജീവിച്ച് ആദ്യത്തെ പരിശുദ്ധാത്മാക്കളുടെ ജീവിതം എന്താണ് എന്ന് നാം പഠിക്കാം. അവർ അതനുസരിച്ച് ജീവിച്ചവരാണ്. ആ ജീവിത രീതി എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതിനനുസരിച്ച് കൊണ്ട് ജീവിക്കൽ മാത്രമേ യഥാർത്ഥ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം ആയിരിക്കുകയുള്ളൂ, ഹദീസ് അനുസരിച്ചുള്ള ജീവിതം ആയിരിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ കൃത്രിമം വന്നു പോകുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വരമ്പാണ്, ഒരു അതിർത്തിയാണത്. അതിർവരമ്പുകൾ ആണ്. ശരിക്കും മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റിദ്ധാരണ ഇതിൽ അകപ്പെട്ടു പോകരുത്. പരിശുദ്ധ ഖുർആനാണ്, ഹദീസാണ്. ആ പരിശുദ്ധ ഖുർആനും ഹദീസും ധിക്കരിക്കുന്നവർ ഈ ലോകത്തിലാരും തന്നെയില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാൽ ആ തെറ്റിദ്ധാരണ അത് മറ്റുള്ളവർ വിശ്വസിക്കാൻ പോകുന്നതും ഇല്ല. കുറെ മുമ്പ് വിശ്വസിച്ചിരുന്നു. ബഹുമാനപ്പെട്ട റാഷിദുകൾ അവരുടെ കാലത്ത് ഇസ്ലാം അല്ലാത്ത മറ്റൊന്ന് അവരുടെ നടപ്പിലുണ്ടായിരുന്നത്. അന്നത്തെ സ്വാമിമാരുണ്ട്. ആ സ്വാമിമാർ വളരെ വിപുലമായ ഇസ്ലാമിന്റെ സാമ്രാജ്യം അങ്ങനെ ചിന്തകൾക്ക് മൊറോക്കോ വരെ വ്യാപിച്ചു കിടന്നിരുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വിപുലമായ ഇസ്ലാമിക സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിൽ സ്വാമിമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, ഹാക്കിമീങ്ങളുണ്ട്, മുഫ്തികൾക്കുണ്ട്, ആലിമീങ്ങളുണ്ട് ഉണ്ടായിരുന്നു. അവർ ഏതാണ് ഇസ്ലാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഇസ്ലാമാകാൻ പാടുള്ളൂ. അന്ന് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട സാധനം എന്താണോ അത് മാത്രമേ ഇസ്ലാം ആയി അംഗീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഇതിൽ തെറ്റെവിടെയാണ്? ആർക്കെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കട്ടെ. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ ഇഷ്ടാനുസൃതം ആർക്കും വ്യാഖ്യാനം ചെയ്യാൻ കഴിയും, ഏത് പാർട്ടിക്കും വ്യാഖ്യാനം ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് അഹ്ലു കിതാബിന്റെ സ്വഭാവം. അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ആരോപിച്ചത് യുഹദ്ദിസൂനൽ കലിമ അൻ മവാദീഹി എന്ന വാചകങ്ങളെ, ദിവ്യവചനങ്ങൾ അതിന്റെ യഥാസ്ഥാനം വിട്ട് അവർ തെറ്റിച്ചുകൊണ്ട് അതിനെ മാറ്റിമറിക്കുമായിരുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുമായിരുന്നു എന്നാണ്. പരിശുദ്ധ ദീൻ നശിച്ചത് എന്തുകൊണ്ടാണ്? ദീൻ നശിച്ചത് ഈ ലോകത്തിൽ
ജീവനുണ്ട എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ അകന്നു നിൽക്കുകയാണ്. രാഷ്ട്രീയം ഞങ്ങൾക്കറിയില്ല എന്നാരും ഇതിനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾക്കും അറിയാം രാഷ്ട്രീയം അത് ഇന്നതാണത്, അതിന് വഴി എന്തുണ്ട്, എന്താണ് ആ സാധനം എന്ന്. സുന്നത്യമായത്തിന്റെ കക്ഷി വീടിൽ പൂർണ്ണനാടകം തീർച്ചയായും നമ്മളുടെ വോട്ട് വാങ്ങ അധികാരത്തിൽ പോവുക എന്നിട്ട് നമ്മളെ മേൽപ്പാടത്ത് കയറിച്ചുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുന്നത് അവർ എന്തെങ്കിലും നാം ശരിക്ക് കണ്ടതാണ്. നാം അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതിനകത്ത് ഞങ്ങൾ ഏത് പാർട്ടി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് മതവുമില്ല വിമതവുമില്ല, ഞങ്ങൾക്ക് കോൺഗ്രസുമില്ല കമ്മ്യൂണിസ്റ്റുമില്ല. എവിടെ വഹാബിയുണ്ട് ആ വഹാബി MLA ആയിരുന്നാൽ ഞങ്ങൾ അവരെ തോൽപ്പിക്കും. സംശയമാണ്. ആ കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണം. ഞങ്ങൾ അതിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാണ്. ഞങ്ങളുടെ നേതാക്കളും തന്നെ നേതാക്കളെ സംഘടിപ്പിക്കും. ഈ സംഗതി ഞാൻ വളരെ വ്യക്തമായ നിലക്ക് നിങ്ങളെ അറിയിക്കുകയാണ്. വളരെയധികം നാം ക്ഷമിച്ച് അങ്ങേയറ്റം വെല്ലിപ്പൊടി എത്തിക്കഴിഞ്ഞിരിക്കുന്ന ക്ഷമയിൽ എന്ന് തന്നെ പറയാൻ പറ്റും. ആകയാൽ ഞങ്ങൾക്ക് യാതൊരു പാർട്ടിയും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, ഇതുവരെ ഇല്ല, ഇവയെല്ലാം ഇല്ല. ഞങ്ങൾ അങ്ങനെ സുന്നത്തുമായത്തെ അതിന്റെ ഭരണം വരാത്ത നിരക്ക് ആര് ഞങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അവരും ഞങ്ങളുമായി ചില നിഷേധങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യും. അത് ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാൽ ആ ഹിന്ദുവിനെ സഹായിക്കും. പക്ഷേ അവൻ സുന്നത്യമായത്തിനെ സഹായിച്ചാൽ മതി. സുന്നികൾക്ക് വല്ല സംഗതിയും വരുമ്പോൾ സഹായിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ഉപായം. അത് ധർമ്മത്തിലെടുത്തതായിട്ട് വരും. അതിന്റെ സന്ദർഭവും വന്നെത്തിയിരിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളാം. രാഷ്ട്രീയക്കാർ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ആരും തന്നെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ അത് പേടിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾ പേടിപ്പിക്കാൻ ഒഴുകിയിട്ടില്ല. ഞങ്ങൾ ഒരാളെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമില്ലാതെ മുസ്ലിമില്ലാതെ മുസ്ലിം തീരെ മുസ്ലിം ഇല്ല. പിന്നെന്ത് മുസ്ലിം തീരെ, പിന്നെന്ത് മറ്റേത്? ആദ്യം മുസ്ലിമല്ലേ? മുസ്ലിം ഉണ്ടായിട്ട് അതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റു വാചകം കൂട്ടിച്ചേർക്കാം. ഇസ്ലാമിനെ തന്നെ പാട് നിഷേധിച്ചുകൊണ്ട് വെറും തനിക്ക് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം നമ്മുടെ സ്ത്രീകളെ കൊണ്ട് അവർ സ്വീകരിക്കാൻ വേണ്ടി നെടുഞ്ചിരാക്കൾ അല്ലേ ചെയ്യുന്നത്? ഇതാരും ചെയ്തു ഞങ്ങളെല്ലാം ഉത്തരവാദി. ഈ കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അർദ്ധനഗ്നമായും കൊണ്ട് തനി ഹൈന്ദവ വേഷം അണിയിച്ചുകൊണ്ട് സിനിമയിലും മറ്റ് മീറ്റിങ്ങുകളിലും പാർട്ടികളിലും ഉലസാൻ വേണ്ടി ഇവിടെ കയറുകൂടി വിട്ടത് ഞങ്ങളല്ലാതെ ഉത്തരവാദി. ഇത് ഹൈന്ദവ സംസ്കാരം അല്ലേ? ഇത് ചർച്ച ക്രിസ്ത്യാനികൾ അവരുടെ സ്ത്രീകളെ പങ്കെടുപ്പിക്കുന്നു. എന്ന് മനസ്സിലാക്കിയും കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉള്ള സ്ത്രീകളെ മുസ്ലിം ദേവാലയങ്ങളിലേക്ക് പള്ളികളിലേക്ക് ആനയിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്ത ആരാണ്? ഞങ്ങളല്ലാതെ. ഇതെല്ലാം നല്ലതിനാണോ? എന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്താണ്? ദീന്റെ വല്ല ലക്ഷ്യം ഉണ്ടാകുന്ന വല്ല പ്രവർത്തനവും ഈ സുന്നത്യമായത്തിന്റെ കക്ഷി ഒഴിച്ച് വല്ലവരും ചെയ്യുന്നുണ്ടോ? ആലോചിച്ച് നോക്കും. ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത്? ഒരൊറ്റ സംഗതിക്കും അവർക്ക് വിമർശനം ഇല്ല. അവർക്ക് വിമർശനം സുന്നികളെ സംബന്ധിച്ച് മാത്രം, അല്ലെങ്കിൽ സമസ്തയെ സംബന്ധിച്ച് മാത്രം. ഇവിടെ എന്ത് തോന്നിവാസം ഈ കേരളത്തിൽ വന്നാൽ അതവർക്ക് പ്രശ്നമല്ല. കാര്യം കാഫറല്ല, വേറെ ഒന്നുമല്ല. കാഫറാവലിയൊന്നും ഇല്ല തന്നെ അവർക്ക്. കാഫറാവലൊന്നുമില്ല, മുർത്തദാവൽ ഇല്ല. അങ്ങനെയുണ്ട്. ഓരോരുത്തരും ഓരോ മദ്ഹബ്, 4 മദ്ഹബ് വിട്ട് ഓരോ മൗലവിക്ക് ഓരോ മദ്ഹബ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ളത് ഒരു മൗലവിന്റെ മദ്ഹബല്ല മറ്റേ മൗലവി. ഒരാളുടെ അഭിപ്രായം അല്ല മറ്റൊരാളുടെ അഭിപ്രായം. ഒരാളുടെ അഭിപ്രായം പെണ്ണുങ്ങൾക്ക് ഓണം കെട്ടിയാൽ മതി എന്ന് ഉറപ്പില്ലാതെ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? എന്തവകാശം? ഓണം കെട്ടി നടക്കാൻ. ഇതിന് മുഖ്യമാക്കിയില്ലേ? ഇതല്ലേ നിങ്ങളെ ഖുർആനും സുന്നത്തും? എവിടെ പോയതാ തലച്ചോറ്? തലച്ചോറ് എവിടെ പോയി ചോദിക്കും ഞാൻ. ഖുർആനും സുന്നത്തും ഇതല്ലേ?
മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നിട്ട് അവസാനമായി കോണം കെട്ടിയാൽ മതി. ഇതിനു വേണ്ടി പുസ്തകം ഉണ്ടാക്കിയില്ലേ? ഈ ജാതി ഇസ്ലാമിന് വശനാക്കുകയും ഇതര സമുദായങ്ങൾ ആ സമുദായങ്ങൾക്കിടയിൽ പരിശുദ്ധതയെ അവഹേളന മാത്രമാക്കുകയും പ്രവൃത്തി ആരാണ് ചെയ്യുകയും ഞങ്ങളാണോ? ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല. ഞങ്ങളുടെ വിദ്യാലയങ്ങൾ, ഞങ്ങൾ പഠിപ്പിക്കുന്ന ദർശകൾ, അങ്ങനത്തെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന മുതാജിബികളെ വാർത്തെടുക്കാൻ വേണ്ടി പാടുപെടുകയാണ്, അധ്വാനിക്കുകയാണ്. അതേ സമയത്ത് കോണം കെട്ടികളെ വാർക്കലാണ് ഇവരുടെ കോളേജിന്റെ ഉദ്യോഗം, ഇവരുടെ ജോലികളാണ്. അല്ലെ ഇത് മുസ്ലിം സമുദായം ചിന്തിച്ചു കൊള്ളണം. അവരുടെ പൂർണ്ണ ലക്ഷ്യം എന്താണ്? ഈ ഭൗതിക ലക്ഷ്യം. വല്ല ഉദ്യോഗം കരസ്ഥമാക്കണം, ഭൗതികമായ പല നാട്ടുകളും സംഭവിക്കാം. ഇതല്ലേ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി ഇത്രയും പാടുപെടേണ്ട ആവശ്യം ഉണ്ടോ? ഈ നിലക്കെല്ലാം തന്നെ മാന്യ മുസ്ലിം സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവരുത് എന്ന് ധരിച്ചുകൊണ്ടാണ് സിനിമയും രൂപങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഏർപ്പെടുത്തുന്നത്. പക്ഷേ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളും മുജാഹിദ് മീറ്റിങ്ങുകളും ജഡിയും കൂടുതൽ ഏർപ്പെടുത്തിയാൽ അത്രയും അഭിനന്ദനം നിങ്ങൾക്ക്. ഇതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇന്ന് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും മറ്റോനും എല്ലാം കൂടി ഒന്നാമതുപോലെ എല്ലാ കുറുക്കനും നായിയും പറഞ്ഞും ഇതൊക്കെ ഒന്നായാൽ ഞങ്ങൾക്ക് എന്താണ്? ജമാഅത്തിൽ ഇവിടെ നിലനിൽക്കും. അവരെ ഇവിടെ നഹരിക്കാൻ ഈ ലോകത്തിലുള്ള ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ സുന്നത്തുൽ ജമാഅത്തിന്റെ കക്ഷി യഥാർത്ഥ ഇസ്ലാമിന്റെ കക്ഷിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളതും ആണ്. ആ കക്ഷി ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കക്ഷി ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ നേതാക്കൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീങ്ങളാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ബൂബീങ്ങളാണ്, മുഖറബീങ്ങളാണ്. ബഹുമാനപ്പെട്ട ജിലാനി, ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ, ബഹുമാനപ്പെട്ട ഖവാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ, ഇതുപോലെയുള്ള ആരിഫീങ്ങളാണ്, റബ്ബുൽ ഇസ്സത്തിന്റെ മഹ്ബൂബീങ്ങളാണ്. അവരെ പിന്തുടർന്നിട്ടുള്ള കക്ഷികളും ആണ്. അതാണ് അവരുടെ സ്ഥിതി എന്താണ്? ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഒരു ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഈ ഇന്ത്യ രാജ്യത്തിൽ ഉണ്ടാക്കി തീർത്തത് ആരാണ്? ഔലിയാക്കളല്ലാതെ മറ്റാരുമല്ല. മഹാന്മാരായ ഔലിയാക്കളാണ്, ആരിഫീകൾ ആണ്. അവരെ കൊണ്ടല്ലാതെ സാധ്യവും അല്ല. ഞാൻ ആ സംഗതി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനിയും ഇവിടെ നമ്മുടെ മാന്യ അതിഥികൾ പലരും ഇവിടെ സംസാരിക്കാൻ ഉണ്ട്. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേൾക്കണം എന്നും നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി സംഗതികൾ വീക്ഷിക്കണമെന്നും ചിന്തിക്കണമെന്നും മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഔലിയാക്കൾ, ആരിഫീകൾ, മഹാന്മാരായ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, അവരെ താബീകൾ അവരുടെ കൂട്ടത്തിൽ അണിതെറ്റാതെ കണ്ട് റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ബൂബായ കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും നിലനിർത്തി തരട്ടെ. മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, നാളെ മഹ്ശറിൽ നിന്റെ മഹ്ബൂബീകളായ എന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ കൂടെ അവരുടെ നേരിൽ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടു തമ്പുരാനെ. ഈ ആപത്ത് നിറഞ്ഞ ഈ സന്ദർഭത്തിൽ എല്ലാവിധ ദീനിനെയും ഈമാനിനെയും നശിപ്പിക്കുന്ന പ്രവണതകളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും ചിന്താഗതിയിൽ നിന്നും ഞങ്ങളെയും ഈ സുന്നത്തമായത്തിന്റെ ഓരോ കക്ഷിയെയും അതിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കുക തമ്പുരാനെ. ഈ മഹത്തമായ ഈ സമ്മേളനം വിചാരിച്ചതിൽ വളരെയധികം 10 മടങ്ങ് വിജയത്തോടു കൂടി ഈ സമ്മേളനത്തെ നീ അവസാനിപ്പിക്കുക തമ്പുരാനെ. എന്റെ പൊരുത്തത്തിന് ഇവർക്ക് അവകാശപ്പെട്ട ഒരു മഹാസമ്മേളനമായി സാധുക്കളായ ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് നീ ആക്കിത്തരണം തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇത്രയും സംസാരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ നാമത്തിൽ മഹത്തായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل جمعنا هذا جمعا مرحوما مباركا مستجاب الدعوات ومقضي الحاجات وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.
وصلى الله تعالى وسلم على خير خلقه سيدنا ومولانا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും അതുപോലെ തന്നെ ഇരിക്കണം. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على سيدنا ومولانا وحبيبنا وشفيعنا محمد رسول الله وعلى آله وأصحابه الذين بلغوا الرسالة وأدوا الأمانة وجاهدوا في الله حق جهاده. أيها الإخوة المؤمنون، السلام عليكم ورحمة الله وبركاته. وعليكم السلام. أيها الإخوة، لقد استمتعتم منذ ساعة بالاستماع إلى مولانا الأجل الشيخ أبو بكر مسليار حفظه الله وأكرمه، ثم جاء بعده خطيب آخر واستمتعتم معه كذلك، ولكن حجاب اللغة منعني من هذا الاستمتاع. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, മാന്യ സുഹൃത്തുക്കളെ, അഗാധ പണ്ഡിതനും മഹാനുമായ ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവരുടെ പ്രസംഗം കൊണ്ട് നിങ്ങൾ ആനന്ദിച്ച് ഉലകം കൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. കൂടാതെ അതിനുശേഷം മറ്റൊരു പ്രസംഗവും നിങ്ങൾ ശ്രവിച്ച് അതിൽ നിന്നും നിങ്ങൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് അവരുടെ പ്രസംഗത്തിന്റെ ഭാഷ അറിയാത്തത് കൊണ്ട് ആ പ്രസംഗത്തിൽ എന്തെല്ലാം പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം. أسأل الله تعالى أن يجعلنا من المسلمين المتحابين المتعاونين آمين. الذين تزول من بينهم الحجب وتزول من بينهم أسباب البعد والفرقة والجفاء حتى تلتقي القلوب على كلمة لا إله إلا الله محمد رسول الله. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതേ കലിമത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ച് അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷിക്കുകയും അടുക്കുകയും ചെയ്ത് ഭിന്നമായ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായ ചിന്താഗതികളിൽ നിന്നും മാറി നിന്ന് യഥാർത്ഥ പാണ്ഡാവിൽ കൂടി ധരിച്ച് അന്യോന്യം പ്രിയം വെക്കുവാനുള്ള അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാകട്ടെ. لقد كنتم سعداء جدا وأنتم تستمعون إليه يوجهكم ويقدم لكم النصيحة، وإني وإن لم أكن أعلم موضوع الكلام بالتفصيل الدقيق ولكني سمعته يردد كلمة السنة والجماعة وأنه في موقف الدفاع عن أهل السنة والجماعة. ഈ കഴിഞ്ഞ പ്രസംഗത്തിന്റെ ഓരോ ഭാഗങ്ങളും വിശദമായി വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദം പ്രാസംഗികരിൽ നിന്ന് കേട്ടതുകൊണ്ട് ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയാണെന്നും അതിന്റെ എതിരിൽ നിന്ന നൂതനാശയങ്ങളെ തൊട്ട് ജനങ്ങളെ തടുത്തു നിർത്താനുള്ള ഉപദേശമാണ് നടക്കുന്നതെന്നും എനിക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. أيها الإخوة الأحباب، سيدنا الأجل الأستاذ الفاضل، إنك في دفاعك عن أهل السنة والجماعة
تثلج صدورنا وإننا معك في هذا الدفاع وإن لم نقف على التفاصيل. ബഹുമാനപ്പെട്ട മഹാനായ EK അബൂബക്കർ മുസ്ലിയാർ അവர்களോട് ഞാൻ പറയുന്നത്, അവിടുന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരിൽ വരുന്ന നൂതന സിദ്ധാന്തങ്ങളെ തട്ടി നീക്കുന്നതിൽ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആ കാര്യം വേണ്ടതുപോലെ വിശദമായി അവിടുത്തെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ ധീരമായ പ്രസംഗവും സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസവും നിലനിർത്തുന്നതിലും അതിനെതിരിൽ വരുന്ന തെറ്റായ വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് ജനങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിലും വളരെ ശക്തിമത്തായ നിലയിൽ തന്നെയാണ് അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞങ്ങളും ആ നിങ്ങളുടെ കൂട്ടത്തിൽ ആ വിഷയത്തിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയാണ്. لقد أمرنا سيدنا رسول الله صلى الله عليه وسلم بأن نلزم الجماعة وأن لا نخرج عن الجماعة. ففي حديث علي رضي الله عنه سأل النبي صلى الله عليه وسلم: الأمر ينزل بنا لم ينزل فيه قرآن ولم تمض فيها منك سنة، يعني ما الأمر في هذه القضية وما الحكم؟ فقال عليه الصلاة والسلام: اجمعوا له العالمين من المؤمنين ولا تقضوا فيه برأي واحد. وهذا يعني أن على المسلمين أن يكونوا جميعا ومع الجماعة وأن لا يخرجوا عن رأي الجماعة إلى رأي الذين يخرجون عنها بأقوال شاذة تخالف السنة والجماعة. ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്ക് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു സംഭവം വളരെ വ്യക്തമായ തെളിവാണ്. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഖുർആൻ അവതരിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളിലേക്ക് ഖുർആൻ അവതരണമാകുന്നില്ലെങ്കിൽ തങ്ങളുടെ ശേഷം ഞങ്ങളിൽ വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തനം എങ്ങനെ നീക്കേണ്ടതുണ്ട്, ഞങ്ങൾ ഏതു നിലക്ക് നയിക്കേണ്ടതുണ്ട് എന്ന് ഒരു സംഭവം ഞങ്ങളിൽ വരുമ്പോൾ ഞങ്ങൾ എപ്രകാരം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നിപ്രകാരം ആരാഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് വിഭിന്നങ്ങളായ തെറ്റായ വാദഗതികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നടക്കുന്ന ചിന്താഗതിക്കാരുടെ ചിന്താഗതിയിൽ തുടർന്നുകൊണ്ട് ജീവിക്കാതെ പണ്ഡിതന്മാരും മറ്റ് ജനങ്ങളും ഏകോപിച്ചുകൊണ്ടുള്ള ഏക സ്വഭാവത്തിൽ നിലകൊള്ളുന്ന ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന സംഘടനകൾ പിൻപറ്റിക്കൊണ്ട് അവരുടെ ഏകകണ്ഠമായ തീരുമാനങ്ങൾ സ്വീകരിച്ച് അതിനെ പിൻപറ്റി ജീവിക്കുകയാണ് വേണ്ടതെന്നും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന തെറ്റായ ഒറ്റപ്പെട്ട വാദഗതിക്കാരെ അനുകരിക്കരുതെന്നും അവിടുന്ന് പ്രത്യേകമായി കൽപ്പിക്കുകയുണ്ടായി. وحين سئل رسول الله صلى الله عليه وسلم عن الفرقة الناجية من الفرق التي تفترق إليها أمته قال عليه الصلاة والسلام: ما أنا عليه وأصحابي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സമുദായം വിഭിന്ന കക്ഷികളായി പിരിയുമ്പോൾ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന യഥാർത്ഥ കക്ഷി ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഞാനും എന്റെ അസ്ഹാബികളും ഏതൊന്നിന്മേലാണോ നിലകൊള്ളുന്നത് അതിൽ അടിയുറച്ചു നിൽക്കുന്നവരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിൽ സഹാബാക്കൾ നടന്നിട്ടുള്ള മാർഗമേതോ അത് പിൻപറ്റുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും ചെയ്യുന്നവർക്ക് മാത്രമാണ് രക്ഷയുടെ പാർട്ടിയെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം നൽകിയിട്ടുള്ളത്. وإن الخط المستقيم الذي يربط الأمة في هذه الأيام برسول الله صلى الله عليه وسلم ولا ينقطع أبدا
ولا ينحرف أبدا، هو الخط الذي تسير عليه جماعة المسلمين